ഹലോ പ്യാരെ ബച്ചോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു സ്പാരോ വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് വീട് വെച്ചിരിക്കുക, ഫാനിൻ്റെ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, നോക്കാം ഇനി എന്താ സംഭവിക്കുന്നത് എന്ന്. അമ്മയും അച്ഛനും ഗൗരയ്യ വെച്ചിരിക്കുന്ന നെസ്റ്റ് നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മ പറയുകയാണ്, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി വീട് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അച്ഛനത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. इस पर पिताजी को गुस्सा आ गया. गुस्सा मीन्स एंग्री, देश्यम. वह उठ खड़े हुए और बोले, देखता हूँ ये कैसे यहाँ रहती है. അച്ഛൻ എണീറ്റ് നിന്ന് പറയാണ്, ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന്. ഉട്ട് ഖടെ ഹുവെ, എണീറ്റ് നിന്നു. ബോലെ, പറഞ്ഞു. ദേഖ്താ ഹൂँ, നോക്കട്ടെ. ഗൗരയ്യ, മേരെ ആകെ ക്യാ ചീസ് ഹേ. എൻ്റെ മുന്നിൽ ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന പോലെയാണ് ഈ അച്ഛൻ ഈ ഗൗരയ്യനെ പറയുന്നത്. ഇതൊക്കെ എന്ത്? मैं अभी निकाल बाहर करता हूँ, ഇതിനെ പുറത്തേക്ക് ആക്കും ഞാനിപ്പോൾ. छोड़ो जी, चूहों को तो निकाल नहीं पाए, अब चिड़िया को निकालेंगे, माँ ने व्यंग से कहा. അത് വിട്ടേക്കു, छोड़ो जी, അത് വിട്ടേക്കു. चूहे को तो निकाल नहीं पाए, ഈ റാറ്റ്സിന് തന്നെ ഇത് പുറത്തേക്കാക്കാൻ പറ്റില്ല നിങ്ങളെ കൊണ്ട്. അപ് ചിടിയാക്കോ കേസെ നിക്കാലോകെ. അപ്പോൾ ഇനി ചിടിയനെ എങ്ങനെ പുറത്തേക്ക് ഇറക്കാനാണ്? ഇത് അമ്മ പറയുമ്പോൾ ഇതൊരു വ്യംഗ്യഭാവമാണ്. വ്യംഗ്യം എന്ന് പറഞ്ഞ ഒരു സർക്കാസം പോലെയാണ് പറയുന്നത്, ഒരു കളിയാക്കിയിട്ട് തമാശ രൂപത്തിൽ. മാ കൊയ് ബാത് വ്യംഗ്യമേ കഹേ തോ പിതാജി ഉബൽ പടുത്തേ ഹേ. അമ്മ എങ്ങനെ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അച്ഛന് ദേഷ്യം വരും. ഉബൽ പടുത്തേ ഹേ എന്ന് പറഞ്ഞാൽ ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ദേഷ്യം വരുന്നു എന്നാണ് അർത്ഥം. വഹ സമസ്തേ ഹേ കി മാ ഉൻക മസാഖ് ഉടാ രഹി ഹേ. അപ്പോൾ അച്ഛന് തോന്നും അമ്മ എന്നെ കളിയാക്കുകയാണ് എന്ന്. വഹ ഫൗറൻ ഉठ खड़े हुए और पंखे के नीचे जाकर जोर से ताली बजाई. അച്ഛൻ എണീറ്റ് നിന്നു. ഫോറൻ ഉട്ട് ഖടെ ഹുവെ, പെട്ടെന്ന് ഉട്ട് ഖടെ ഹുവെ. പങ്കേക്ക് നീച്ചെ, ഫാൻ്റെ താഴെ പോയി നിന്ന്. ജാക്കർ പോയിട്ട് ജോർ സെ, നല്ല ഫോഴ്സിൽ ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. താലി ബജായി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. ഓർ മൂഹ് സെ ഷൂ ഷൂ കഹ, എന്നിട്ട് വായുകൊണ്ട് ഷൂ 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 എന്ന് പറഞ്ഞു. ബാഹേ ജുലായി, ബാഹേ എന്ന് പറഞ്ഞാൽ ഹാൻഡ്സാണ്. കൈകളിങ്ങനെ വേവ് ചെയ്തു, ഇങ്ങനെ ഷൂ ഷൂ എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് അങ്ങനെ ആട്ടാൻ നിന്നു. ജുലായി ആട്ട്. ഫിർ ഖടെ ഖടെ കൂതിന് ലഗേ, പിന്നെ നിന്നുകൊണ്ട് തന്നെ കൂതിന് ലഗേ, ചാടാൻ തുടങ്ങി. കബി ബാഹേ ജുലാത്തെ കബി ഷൂ ഷൂ കർത്തെ, ഇടയ്ക്ക് കൈ കൊണ്ട് ഇളക്കും, കബി ഇടയ്ക്ക് ഷൂ ഷൂ എന്ന് പറയും. गौरैयों ने घोंसले में से सिर निकाल कर नीचे की ओर झांक कर देखा. ഈ പക്ഷികളാണെങ്കിലോ ആ ഘോസലയുടെ ഉള്ളിൽ നിന്ന് തല പുറത്തേക്ക് ഇട്ടിട്ട് താഴേക്ക് ഇങ്ങനെ എത്തിച്ചു നോക്കി. സിർ നിക്കാൽക്കർ, തല പുറത്തേക്ക് ഇട്ടിട്ട്, ഝാങ്ക് കർ ദേഖന, എത്തിച്ചു നോക്കി. ഓർ ദോനോ ഏക് സാത്ത് ചീ ചീ കർനെ ലഗി, എന്നിട്ട് രണ്ട് ചിടിയകളും ചീ 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 എന്ന് ചെയ്യാൻ തുടങ്ങി. ഓർ മാ ഖിൽഖിലാക്കർ ഹസനെ ലഗി, എന്നിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ചിരി വന്നു തുടങ്ങി. ഖിൽഖിലാക്കർ, ചിരിക്കാൻ തുടങ്ങി. അതായത് ഇതൊന്നും ചെയ്തിട്ട് ചിടികൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല. അത് അവരവിടെ തന്നെ ഇരുന്നിട്ട് ഒന്ന് എത്തിച്ചു നോക്കിയെന്ന് മാത്രം, വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അമ്മയ്ക്ക് ചിരി വന്നു. പിതാജിക്കോ ഗുസ്സ ആ ഗയ, അച്ഛനാണെങ്കിൽ ദേഷ്യം വന്നു. ഇസ്മേ ഹസ്നെ കി ക്യാ ബാത് ഹെ, ഇതിലിപ്പോൾ ചിരിക്കാൻ എന്തിരിക്കുന്നു? ഹസന, ചിരിക്കുക. അച്ഛൻ അമ്മോട് ചോദിക്കണം. മാക്കോ ऐसे मौक़ों पर हमेशा मजाक सूझता है. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ അവസരത്തിൽ എപ്പോഴും ഒരു തമാശയായിട്ടാണ് തോന്നാറ്. मौका, അവസരം, മസാക്, തമാശ, ഹമേഷ, എപ്പോഴും. हंसकर बोली, चिड़िया एक दूसरे से पूछ रही है कि यह आदमी कौन है और नाच क्यों रहा है. അമ്മ തമാശയോടുകൂടി ചിരിച്ചുകൊണ്ട് പറയാണ്, ചിടിയ, ഈ നമ്മുടെ ഈ പക്ഷികളുണ്ടല്ലോ, ഏക് ദൂസരെ സെ പൂച്ച് രഹി ഹെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. ഏക് ദൂസരെ സെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് പക്ഷികൾ, ഈ മനുഷ്യൻ ആരാണ്, ഈ ആദ്മി കോൻ ഹെ. ഓർ നാച്ച് ക്യൂ രഹാ ഹെ, മാത്രമല്ല എന്തിനാ ഇയാൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. നാച്ന, ഡാൻസ്, ഇങ്ങനെ പക്ഷികൾ തമ്മിൽ പറയുന്നുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞ അമ്മ ചിരിക്കുന്നത്. തബ് പിതാജിക്ക് ഓർ ബി ജ്യാദ ഗുസ്സ ആ ഗയ, അപ്പം അച്ഛനാണെങ്കിൽ അതിലും കൂടുതൽ ദേഷ്യം വന്നു തുടങ്ങി. ജ്യാദ, കൂടുതൽ, ഗുസ്സ, ദേഷ്യം.
और वह पहले से भी ज़्यादा ऊंचा कूदने लगे. എന്നിട്ട് അച്ഛനാണെങ്കിൽ മുന്നത്തേക്കാൾ കൂടുതൽ പെഹലെ സേ ഭി ജ്യാദ ഊഞ്ച ഹൈറ്റിൽ ചാടാൻ തുടങ്ങി. മുന്നത്തേക്കാൾ കൂടുതൽ ഹൈറ്റിൽ ചാടാൻ തുടങ്ങി അച്ഛൻ. ഇത് അമ്മ പറഞ്ഞപ്പോൾ. ഇത്തിനി തക്ലീഫ് കർനെ കി ക്യാ ജറൂരത് ഥി, പങ്ക ചലാ ദേത്തെ. അമ്മ പറയാണ്, ഇത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ആ ഫാൻ ഓൺ ചെയ്താൽ മതിയായിരുന്നില്ലേ. തക്ലീഫ് ബുദ്ധിമുട്ട്, ജറൂരത്ത് ആവശ്യം, പങ്ക ഫാൻ. തോയെ ഉട് ജാത്തി, അങ്ങനെയാണെങ്കിൽ അത് പറന്നു പോയെന്നെ. മാനെ ഹസ്കർ കഹ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ അല്ല അമ്മ ചിരിച്ചത്, ശരിയാണ് പറഞ്ഞത്. പിതാജി ലാഠി ഉഠായെ പർദേ കെ ഡണ്ടേ കെ കി ഓർ ലപ്കെ. അത് കേട്ടതും അച്ഛൻ ലാഠി എന്ന് പറഞ്ഞാൽ വടി, സ്റ്റിക്ക്, വലിയ സ്റ്റിക്ക്, ഉഠായ അതെടുത്തിട്ട് ആ കർട്ടൻ്റെ ബാക്കിലേക്ക് പോയി. ഏക് ഗൗരയ്യ ഉടുക്കർ കിച്ചൻ കെ ദർവാജെ പർ ജാ ബൈഠി. ഒരു ഗൗരയ്യ ആണെങ്കിൽ കിച്ചൻ്റെ ഡോറിൻ്റെ മുകളിൽ കയറിയിരുന്നു. സീഡിയോ വാലെ ദർവാജെ പർ, സ്റ്റെപ്സിൻ്റെ അവിടെ ഉള്ളൊരു ഡോറുണ്ടായിരുന്നു അവിടെ. മാ ഫിർ ഹസ്തിയെ, തും തോ ബഡേ സമജ്ദാർ ഹോ ജി. അമ്മ വീണ്ടും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്. സബി ദർവാജെ ഖുല്ലേ ഹേ, എല്ലാ വാതിലുകളും തുറന്നിട്ടായിരിക്കുന്നേ. ഓർ തും ഗൗരയ്യ കോ ബാഹർ നിക്കാൽ റഹേ ഹോ, എന്നിട്ട് നിങ്ങളാണെങ്കിലോ ഈ ഗൗരയ്യനെ പുറത്തേക്കാക്കാൻ നോക്കുകയാണ്. ഏക് ദർവാജ ഖുല്ല ചോടോ, ഒരു ഡോർ മാത്രം തുറന്നിട്, ബാക്കി ദർവാജെ ബന്ദ് കർ ദോ, തഭി യേ നിക്കലേഗി, എന്നാലേ ഇത് പോവുള്ളൂ. अब पिताजी ने मुझे झिड़क कर कहा, तू खड़ा क्या देख रहा है. ഇനിയിപ്പോൾ അച്ഛൻ എന്നോട് പറയാണ്, ദേഷ്യത്തോടാണ് പറയണേ, വഴക്ക് പറയണേ. ജിടക്കർ വഴക്ക് പറയാം. നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ജാ ദോനോ ദർവാജെ ബന്ദ് കർ ദേ, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ, പോയി 2 ഡോറും അടച്ചിട്ട് വാ. मैंने भागकर दोनों दरवाजे बंद कर दिए. ഞാൻ ഓടിപ്പോയി 2 ഡോറും അടച്ചിട്ട് വന്നു. ഭാഗ്കർ ഓടിപ്പോയി. കേവൽ കിച്ചൻ വാല ദർവാജ ഖുല്ല റഹ, ഈ കിച്ചണിലുള്ള ഡോർ മാത്രമേ ഞാൻ തുറന്നിട്ടിട്ടുള്ളൂ. पिताजी ने फिर लाठी उठाई और गौरയ്യ पर हमला बोल दिया. हमला बोल दिया, അറ്റാക്ക് ചെയ്തു. അച്ഛൻ വീണ്ടും വടിയെടുത്തിട്ട് ചിടികളെ ഓടിക്കാൻ നോക്കി. एक बार तो झूलती लाठी മാ കെ സിർ പർ ലഗത്തെ ലഗത്തെ ബജി. ഒരു പ്രാവശ്യം ഝൂലത്തെ ലാട്ടി, അതെങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ആടിക്കൊണ്ടിരിക്കുന്ന ആ വടി മാ കെ സിർ പർ ലഗത്തെ ലഗത്തെ, അമ്മയുടെ തലയിൽ അങ്ങനെ കൊണ്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ചീ ചീ കർത്തി ചിടിയ കഭി ഏക് ജഗ तो കഭി ദൂസരി ജഗ. ഈ ചീ 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 എന്ന് പറഞ്ഞിട്ട് ആ ഗൗരയ്യ ചിലപ്പോൾ ഒരു സ്ഥലത്തായിരിക്കും, പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും. ജാ बैठती, ഒരു സ്ഥലത്തിരിക്കും, വേറെ സ്ഥലത്തിരിക്കും. आखिर दोनों किचन की ओर खुलने वाले दरवाजे में से बाहर निकल गई. എറ്റ് ലാസ്റ്റ്, ആഖിർ ലാസ്റ്റിൽ, ദോനോ രണ്ടുപേരും അതായത് കിച്ചണിൽ തുറന്നിരിക്കുന്ന ആ ഡോറിന്ന് ദർവാജെ മേസെ ബാഹർ നിക്കൽ ഗൈ, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാ താലിയാ ബജാനെ ലഗി, അപ്പം അമ്മ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. പിതാജിനെ ലാഠി ദിവാർ കെ സാത്ത് ടിക്കാക്കർ റഖ് ദി. ഇപ്പോഴാണ് അച്ഛൻ ആ വടിയെടുത്ത് ദിവാർ എന്ന് പറഞ്ഞാൽ വാൾ, ചുമരിനോട് ചേർത്തി വെച്ചു. ടിക്കാക്കർ ചേർത്തി വെച്ചു. ഓർ ഛാത്തി ഫെലാക്കർ കുർസി പർ ആ ബൈഠെ, എന്നിട്ട് ഇങ്ങനെ നെഞ്ച് വിരിച്ച് ആ ചെയറിൽ വന്നിരുന്നു. ഛാത്തി ഫെലാന നെഞ്ച് വിരിക്കുക, കുർസി പർ ചെയറിൽ വന്ന് ഇരുന്നു. ആജ് ദർവാജെ ബന്ദ് റഖോ ഉൻഹോനെ ഹുക്കം ദിയ. എന്നിട്ട് ഹുക്കം ദേന ഓർഡർ ചെയ്തു അച്ഛൻ. എന്താ പറഞ്ഞത്, ഇന്ന് ദർവാജ അടച്ചിട്ട് വെച്ചാൽ മതി, എന്നാൽ ഇന്ന് ഡോറ് തുറക്കണ്ട, അടച്ചിരുന്നോട്ടെ എന്ന്. ഏക് ദിൻ അന്തർ നഹി ഘുസ് പായേഗി തോ ഘർ ഛോട് ദേഗി. ഒരു ദിവസം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാതെ ആകുമ്പോൾ അത് പോയിക്കോളും. നഹി ഘുസ് പായെ, കയറാൻ പറ്റാതെ ഇരിക്കുക. ഛോട് ദേഗി, വിട്ടോളും. तभी पंखे के ऊपर से ची ची की आवाज़ सुनाई पड़ी. അപ്പം തന്നെ പങ്കയ്ക്ക് ഉപ്പർ, ഫാനിൻ്റെ മുകളിൽ ചീ ചീ എന്ന് പറഞ്ഞ സൗണ്ട് സുനായി പടി കേട്ടു. और माँ खिलखिलाकर हंस दी. അപ്പം അമ്മ വീണ്ടും खिलखिलाकर हंस दी, ചിരിച്ചു തുടങ്ങി. मैंने सिर उठाकर ऊपर की ओर देखा. അപ്പം ഞാനാണെങ്കിൽ മുകളിലേക്ക് നോക്കിയുള്ളൂ, തല പൊക്കി നോക്കി. दोनों गौरैया फिर से अपने घोंसले में मौजूद थी. മുകളിലേക്ക് നോക്കിയപ്പോൾ 2 ഗൗരയ്യ വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. दरवाजे के नीचे से आ गई है.
മാ ബോലി ഇതേ ദർവാജ ഡോറിൻ്റെ അടിയിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നതാണ് എന്ന് അമ്മ പറഞ്ഞു. मैंने दरवाजे के नीचे देखा. സച്ച്മുച്ച് ദർവാജ के नीचे थोड़ी थोड़ी जगह खाली थी. അപ്പോഴാണ് സത്യമായിട്ടും ഡോറിൻ്റെ താഴെ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു കയറി വരാനുള്ളത്. ഖാലി തീ ഒഴിവുണ്ടായിരുന്നു, അത് ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. पिताजी को फिर गुस्सा आ गया. വീണ്ടും ദേഷ്യം വന്നു. माँ मदद तो करती नहीं थी, बैठी हंसे जा रही थी. അമ്മയാണെങ്കിൽ ഹെൽപ്പൊന്നും ചെയ്യില്ല. മദത് तो नहीं करती थी, അമ്മ ഹെൽപ്പൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇരുന്ന് ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. बैठी हंसे जा रही थी, ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. अब तो पिताजी गौरैयों पर पिल पड़े. ഇനി അച്ഛൻ ഗൊറയ്യയുടെ മുകളിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, പൗൺസ് ചെയ്യുക. ഉൻഹോനെ ദർവാജെ കെ നീച്ചെ കപ്പടെ ठूस दिए. അച്ഛനാണെങ്കിൽ ആ ഡോറിൻ്റെ താഴെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ ഇങ്ങനെ തുണി തിരുകി വെച്ചു. ठूस दिया തിരുകി വെക്കുക. താക്കി കഹി കോയി ഛേദ് ബച്ചാ നഹി രഹ ജായേ. അപ്പം എന്താ വെച്ചാൽ ഒരു സ്പേസ് പോലും അവിടെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓർ ഫിർ ലാഠി ഝുലാത്തെ ഹുവേ ഉൻ പർ ടൂട്ട് പടേ. എന്നിട്ട് വീണ്ടും ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് അവരുടെ മുകളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ടൂട്ട് പടേ. ചിടിയ ചീച്ചി കർത്തി ഫിർ ബാഹർ നിക്കൽ ഗയി. എന്നിട്ട് വീണ്ടും ചീച്ചി എന്ന് പറഞ്ഞിട്ട് ചിടിയ പുറത്തേക്ക് പോയി. പർ थोड़ी ही देर बाद वे फिर कमरे में मौजूद थी. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ റൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മൗജൂദ് थी ഉണ്ടായിരുന്നു, പ്രസൻ്റ് ആയിരുന്നു. ആപ്കി ബാർ വേ റോഷൻദാൻ മേ സെ ആ ഗയി थी. ഈ പ്രാവശ്യമാണെങ്കിൽ ആ എയർ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറി വന്നത്. ജിസ്ക ഏക് ഷീഷ ടൂട്ടാ ഹുവാ ഥാ. അതിൻ്റെ ഒരു മിറർ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഷീഷ ഗ്ലാസ്, റോഷൻദാൻ എയർ ഹോൾ. देखो जी ചിടിയോ കോ മത് നിക്കാലോ. അമ്മ പറയാണ്, അതെ ഈ പക്ഷികളെ പുറത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല. മാനെ അബ്കി ബാർ ഗംഭീർത സെ കഹ. ഈ പ്രാവശ്യം സീരിയസ് ആയിട്ടാണ് അമ്മ പറയുന്നത്, ഗംഭീർത, സീരിയസ്. അബ് തോ ഉൻഹോനെ അണ്ടേ ബി ദേ ദിയേ ഹോങ്കേ. ഇപ്പോഴാണെങ്കിൽ അവർ ചിലപ്പോൾ മുട്ട അതിലിട്ടിട്ടുണ്ടാകും. അബ് യേ യഹാ സെ നഹി ജായേഗി. ഇനി അത് ഇവിടെ നിന്ന് പോകില്ല. ജായേഗി പോകില്ല, നഹി ജായേഗി പോകില്ല. ക്യാ മത്ലബ് മേ കാലീൻ ബർബാദ് കർവാലൂ. എന്താ പറയുന്നത്, ഞാൻ ഈ കാർപ്പറ്റ് നാശാക്കാം എന്നാണോ? ബർബാദ് നശിപ്പിക്കുക, കാലീൻ കാർപ്പറ്റ്. പിതാജി ബോലെ ഓർ കുർസി പർ ചढ़कर रोशनदान में कपड़ा ठूस दिया. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ആ ചെയറിൻ്റെ മുകളിൽ കയറി ആ എയർ ഹോളിൻ്റെ ഉള്ളിലും തുണി തിരുകി വെച്ചു. ठूस दिया. और फिर लाठी झुलाकर एक बार फिर चिड़ियों को खड़ेद दिया. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ വടി ഇങ്ങനെ ചുറ്റി ആ പക്ഷികളെ പുറത്തേക്കാക്കി. ഖദേഡ് ദിയ, പുറത്തേക്കാക്കി. दोनों पिछले आंगन की दीवार पर जा बैठी. രണ്ട് പക്ഷികളും പുറത്ത് ഒരു വാൾ ഉണ്ടായിരുന്നു, അവരുടെ ഗാർഡൻ്റെ വാൾ ഉണ്ടായിരുന്നു, അതിൽ പോയിരുന്നു. ഇത്തനെ മേ രാത് പड़ गई हम ഖാന ഖാക്കർ ഊപ്പർ ജാക്കർ സോ ഗയേ. ഞങ്ങളത് രാത്രിയായി അപ്പോഴേക്കും. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് മുകളിൽ പോയി കിടന്നു. ജാനെ സെ പെഹലെ मैंने ആംഗൻ മേ ഝാക്കർ ദേഖാ. അപ്പോൾ ഞാൻ കിടക്കുന്നേക്കാൾ മുന്നേ ഞാൻ ഒന്ന് ആ മുറ്റത്തേക്ക് ഒന്ന് എത്തിച്ച് നോക്കി. ഝാക്കർ ആംഗൻ ഗാർഡൻ, ഝാക്കന എത്തിച്ച് നോക്കുക. ചിടിയ വഹാ പർ നഹി ഥീ. പക്ഷികൾ അവിടെ ഉണ്ടായിരുന്നില്ല. मैंने समझ लिया कि उन्हें अक्ल आ गई होगी. ഞാൻ വിചാരിച്ചു അവർക്ക് ബുദ്ധി വന്നിട്ടുണ്ടാകും, അക്കൽ ബുദ്ധി. अपनी हार मानकर किसी दूसरी जगह चली गई होगी. സ്വയം തോൽവി സമ്മതിച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഹാർ മാന്ന തോൽവി സമ്മതിക്കുക. ദൂസരി ജഗ വേറെ സ്ഥലം. दूसरे दिन इतवार था. नेक्स्ट डे संडे ആയിരുന്നു. जब हम लोग नीचे उतर कर आए तो वे फिर से मौजूद थी. ഞങ്ങൾ തിരിച്ചും താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അത് വീണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു. और मज़े से बैठी मल्हार गा रही थी. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്ന് പാട്ട് പാടുമായിരുന്നു, മൽഹാർ സോങ് പാടുമായിരുന്നു. पिताजी ने फिर लाठी उठा ली. അച്ഛൻ വീണ്ടും വടിയെടുത്തു. उस दिन उन्हें गौरैया को बाहर निकालने में बहुत देर नहीं लगी. അവർക്ക് അന്നത്തെ ദിവസം പുറത്താക്കാൻ അധികം നേരമൊന്നും എടുത്തില്ല. अब तो रोज़ यही कुछ होने लगा. ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും.
दिन में तो वो बाहर निकाल दी जाती, पर रात के वक्त जब हम सो रहे होते तो न जाने किस रास्ते से वे अंदर घुस आती. പകലൊക്കെ उसको बाहर निकाल दी जाती. बाहर निकाल പുറത്തേക്ക് ആക്കാറുണ്ട് പകൽ നേരത്ത്. पर रात को രാത്രി എന്താ ചെയ്യുക, അത് रात के वक्त രാത്രി സമയത്ത് जब हम सब सोच रहे होते हैं, നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, സോ റഹേ ഹോത്തെ, ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവർ ഏതൊക്കെയോ വഴി കൂടെ ഉള്ളിലേക്ക് കയറും. കിസ് റാസ്തേ സെ, ഏത് വഴി കൂടെയാണ് കയറുകയെന്ന് അറിയില്ല. പിതാജി പരേഷാൻ ഉഠേ, വീണ്ടും ആൾക്ക് ഭയങ്കര ടെൻഷനായി. ആഖിർ കോയി കഹാ തക് ലാഠി ഝുലാ സക്താ ഹെ, എത്രത്തോളം ഒരു മനുഷ്യൻ ഇങ്ങനെ ആട്ടി ഓടിക്കാൻ പറ്റും. पिताजी बार बार कहें, मैं हार मानने वाला आदमी नहीं हूँ. അച്ഛൻ ബാർ ബാർ പലതവണ പറഞ്ഞു, ഞാൻ തോറ്റു കൊടുക്കുന്ന ഒരാളല്ല. मैं हार मानने वाला आदमी नहीं हूँ. पर आखिर वह भी तंग आ गए थे. പക്ഷേ അറ്റ് ലാസ്റ്റ് ആൾക്കും മതിയായി. आखिर जब उनकी सहनशीलता चुक गई तो वह कहने लगे कि वह गौरैया का घोंसला नोच कर निकाल देंगे. ഇനി ക്ഷമ നശിച്ചു, സഹനശീലത ചുക്ക് ഗൈ എന്ന് പറഞ്ഞാൽ ക്ഷമ നശിച്ചപ്പോൾ ആൾ പറയാൻ തുടങ്ങി, ഇനി ഞാൻ ആ കൂടെടുത്ത് നശിപ്പിച്ച് കളയും. നോച്ച്കർ നിക്കാൽ ദൂങ്ക, അതായത് ഞാൻ വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. और वह फौरन ही बाहर से एक स्टूल उठा लाए. ഇത് പറഞ്ഞുകൊണ്ട് ആൾ പുറത്ത് പോയിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ട് വന്നു. നോച്ചന പിച്ച് ചിന്തുക. घोंसला तोड़ना कठिन काम नहीं था. ആ നെസ്റ്റ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വിഷമമുള്ള കാര്യമൊന്നുമല്ല. उन्होंने पंखे के नीचे फर्श पर स्टूल रखा और लाठी लेकर स्टूल पर चढ़ गए. എന്നിട്ട് ഒരു സ്റ്റൂൾ കൊണ്ടുവന്നിട്ട് ഫാനിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി. किसी को सचमुच बाहर निकालना हो तो उसका घर तोड़ देना चाहिए. ആരെങ്കിലും നമുക്ക് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ വീട് നമ്മൾ നശിപ്പിക്കണം. ഉൻഹോനെ ഗുസ്സേ സെ കഹ, ഇതാണ് അച്ഛൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞത്. घोंसले में से अनेक तिनके बाहर की ओर लटक रहे थे. ആ നെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ തിൻക, വൈക്കോലും പുല്ലും പോലത്തെ സാധനങ്ങൾ താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. ലട്ടക്കന തൂങ്ങിക്കിടക്കുക. गौरैया ने सजावट के लिए मानो झालर टांग रखी हो. ഗൊറയ്യാണെങ്കിലോ വീട് നല്ല ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഝാലർ തൂക്കിയിട്ട പോലെയുണ്ട്. ഝാലർ മീൻസ് നമ്മൾ ഫ്രിൽസ് പോലത്തെ എന്തോ ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടി ഇങ്ങനെ തുന്നിയിട്ടിരിക്കുന്ന സാധനമാണ്. पिताजी ने लाठी का सिरा सूखी घास पर के तिनके पर जमाया और दाई और की ओर खींचा. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് വലിച്ചു. खींचा മീൻസ് വലിക്കുക, दाई और റൈറ്റ് സൈഡ്. തിൻകെ ഘോസലെ മേ സെ അലഗ് ഹോ ഗയേ, ആ പുല്ല് വൈക്കോൽ പോലത്തെ സാധനം അത് ആ നെസ്റ്റിൽ നിന്ന് വേർപിരിഞ്ഞ് വന്നു. और फरफराते हुए नीचे उतरने लगे, എന്നിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി താഴെ വീഴാൻ പോകുന്ന പോലെയായി. ചലോ ദോ തിൻകെ തോ നിക്കൽ ഗയേ, എന്തായാലും 2 തിൻകെകളും പുറത്തേക്ക് വന്നുല്ലോ. മാ ഹസ്കർ ബോലി, എന്നിട്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് പറഞ്ഞത് അമ്മയാണ് കേട്ടോ. അബ് ബാക്കി 2000 ഭി നിക്കൽ ജായേഗി, ഇനി ബാക്കിയുള്ള ഒരു 2000 കൂടി പുറത്തേക്ക് വന്നോളൂ. അപ്പോൾ വീണ്ടും അമ്മ കളിയാക്കി പറയാണ് കേട്ടോ. തബി മെനെ ബാഹർ ആംഗൻ കി ഓർ ദേഖ, അപ്പം തന്നെ ഞാൻ പുറത്തേക്ക് പെട്ടെന്ന് മുറ്റത്തേക്ക് നോക്കി. ഓർ മുझे दोनों ഗൊറയ്യ നസറായി, അപ്പോൾ 2 ഈ ഗൊറയ്യും പുറത്ത് നിൽക്കുന്നതായി എനിക്ക് കണ്ടു. दोनों चुपचाप दीवार पर बैठी थी, 2 എണ്ണം ആ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. इस बीच दोनों कुछ कुछ दुबला गई थी, कुछ कुछ काली पड़ गई थी. अब वे चहक भी नहीं रही थी. ദുബല കൈ ക്ഷീണിച്ച പോലെ, അതിൻ്റെ ഇടയിൽ അവരൊന്ന് ക്ഷീണിച്ച പോലെ തോന്നി. ഒരു കാലി പടുകൈ കറുത്ത പോലെ തോന്നി. അപ്പോൾ ചെഹക്ക് ബി നീ റഹി, അത് ചെഹക്കന മീൻസ് ചിർപ്പിംഗ് ആണ്, ആ സൗണ്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. अब पिताजी लाठी का सिरा घास के तिनके के ऊपर रखकर वहीं रखे रखे घुमाने लगे. അപ്പോഴാണ് അച്ഛൻ ആ വടിയെടുത്ത് തിൻകയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തിരിച്ച് അവിടെ തന്നെ വെച്ചു.
इससे घोंसले के लंबे लंबे तिनके लाठी के सिरे के साथ लिपटने लगे. അങ്ങനെ തിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഘോസലയുടെ തിൻക ഉണ്ടല്ലോ അത് അതുമ്മ ചുറ്റിപ്പിടിച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് പോരാറായ പോലെ. ലിപ്പട്ടിനെ ലഗെ ചുറ്റിപ്പിടിക്കുക. ലംബെ ലംബെ തിൻകെ നല്ല നീളമുള്ള തിൻക. വെ ലിപ്പട്ടത്തെ ഗയെ ഓർ ഘോസല അത് ചുറ്റിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഈ നെസ്റ്റ് ലാഠിക്ക് ഇർദ് ഗിർദ് ഖിച്ച്ത ചല ആനെ ലഗ. എന്നിട്ട് ഇങ്ങനെ ആ വടിയുടെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ വടി നീക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നു തുടങ്ങി. फिर वह खींच खींच कर लाठी के सिरे के इर्द गिर्द लपेट जाने लगा. അങ്ങനെ ചുറ്റിപ്പിടിച്ച് വീണ്ടും വീണ്ടും ചുറ്റിപ്പിടിക്കാൻ തുടങ്ങി. सूखी घास और रुई के फाहे और धागे और थिगलियाँ लाठी के सिरे पर ലിപ്പട്ടിനെ ലഗി. തികലിയ മീൻസ് തുണിയുടെ ഒരു ചെറിയ പീസുകൾ. ഇതൊക്കെ അവർ നെസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചുറ്റിപ്പിടിച്ചു തുടങ്ങി. തബി സഹസ ജോർ കി ആവാജ് ആയി. ചീ 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 ചീ. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് വന്നു. ജോർ കി ആവാജ് ചീ 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 എന്ന് പറഞ്ഞിട്ട്. പിതാജി കെ ഹാത്ത് ഠിടക് ഗയേ. യഹ് ക്യാ. അപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്കായ പോലെ ഇതെന്താ അത്. ക്യാ ഗൊറയ്യ ലോട്ട് ആയി ഹെ. പിന്നെയും വീണ്ടും തിരിച്ചു വന്നു ഈ സ്പാരോസ്. मैंने झट से बाहर की ओर देखा. नहीं. പെട്ടെന്ന് ഞാൻ നോക്കി. അപ്പോൾ നെഹി ദോനോ ഗൊറയ്യ ബാഹർ ദീവാർ പർ ഗുംസും ബൈഠി थी. രണ്ട് ഗൊറയും വിഷമിച്ച് ഗുംസും വിഷമിച്ചിട്ടാണ് ആ മതിലിൻ്റെ മുകളിൽ ഇരുന്നിരുന്നത്. ചീ 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 ചീ. ഫിർ ആവാജ് ആയി. വീണ്ടും ആവാജ് വന്നു. मैंने ऊपर देखा. ഞാൻ മുകളിലേക്ക് നോക്കി. पंखे के गोले के ऊपर से नन्ही नन्ही गौरैया सिर निकाले नीचे की ओर देख रही थी. അപ്പോൾ ആ ഫാനിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ ചെറിയ നന്നി നന്നി ഗൗരയ്യ കുഞ്ഞ് കുഞ്ഞ് കിളിയുടെ കുട്ടികൾ അത് എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓർ ചീ ചീ കിയേ ജാ രഹി थी. എന്നിട്ട് ചീ ചീ എന്ന് സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. अभी भी पिताजी के हाथ में लाठी थी और उस पर लिपटा घोंसला का बहुत सा हिस्सा था. ഇപ്പോഴും അച്ഛൻ്റെ കയ്യിൽ ആ വടിയുണ്ടായിരുന്നു. ഓർ ആ ചുറ്റി കറങ്ങിയിരിക്കുന്ന ആ നെസ്റ്റും വീഴാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേജർ പോർഷൻ അതിൽ ആ വടിയിൽ ചുറ്റി നിൽക്കുമായിരുന്നു. ഹിസ്സ പോർഷൻ. നന്നി നന്നി ദോ ഗൊറയ്യ വെ അഭി ബി ഝാക്കെ ജാ രഹി थी. ആ കുഞ്ഞു കുട്ടികളാണെങ്കിൽ എപ്പോഴും എത്തിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. और ची ची करके मानो अपना परिचय दे रही थी. അങ്ങനെ ചീച്ചി എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു നമ്മൾ അവരുടെ ഇൻട്രൊഡക്ഷൻ തരികയെന്ന്. പരിചയ ദേന ഇൻട്രൊഡക്ഷൻ. ഹം ആ ഗയേ ഹമാരെ മാ ബാപ്പ് കഹാ ഹേ. ഞങ്ങൾ വന്നു, ഞങ്ങളുടെ അച്ഛനും അമ്മ എവിടെയാണെന്നാണ് ചോദിക്കുന്ന പോലെ തോന്നുന്നു. मैं अवाक उनकी ओर देखता रहा. फिर मैंने देखा पिताजी स्टूल पर से नीचे उतर आए. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അച്ഛൻ ആ സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. और घोंसले के तिनकों में से लाठी निकाल कर उन्होंने लाठी को एक और रख दिया. ഇപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, ആ വടി എടുത്തിട്ട് ഒരു മൂലയ്ക്ക് വെച്ചു. एक और रख दिया, ഒരു സൈഡിൽ വെച്ചു. और चुपचाप कुर्सी पर आकर बैठ गए. മിണ്ടാണ്ട് ഒരു ചെയറിൽ പോയിരുന്നു. इसी बीच माँ कुर्सी पर से उठी. അമ്മ അപ്പോഴേക്കും എണീറ്റു ചെയറിൽ നിന്ന്. और സബി ദർവാജെ ഖോൽ ദിയെ. എല്ലാ ജനാലകളും തുറന്നിട്ടു. നന്നി ചെടിയ അഭി ഭി ഹാഫ് ഹാഫ് ചില്ലായെ ജാ രഹി थी. ആ കുഞ്ഞി കുട്ടികളാണെങ്കിൽ ചീച്ചി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. और अपने माँ बाप को बुला रही थी. അമ്മേനെയും അച്ഛനെയും ഇങ്ങനെ വിളിക്കുന്ന പോലെ തോന്നുന്നു, വിളിക്കുകയായിരുന്നു. ഉൻകെ മാ ബാപ്പ് ഛട്ട് സെ ഉടുക്കർ അന്തർ ആ ഗയെ. അത് തുറന്നോടുകൂടി അവരുടെ കിളികളുടെ അച്ഛനും അമ്മയായിട്ടുള്ള അവർ തിരിച്ച് വീട്ടിൽ വേഗം കയറി. ഓർ ചീച്ചി കർത്തെ ഉൻസെ ജാമിലെ. എന്നിട്ട് അതിൻ്റെ അടുത്ത് ചീച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയിരുന്നു. ഓർ ഉൻകി നന്നി നന്നി ചോച്ചോമേ ചുഗാ ഡാലിനെ ലഗേ. അതായത് ഭക്ഷണം കൊടുത്തു. അവരുടെ വായയുടെ ഉള്ളിലേക്ക് ആ അമ്മയും അച്ഛനും കൂടി ആ ഭക്ഷണം കൊടുക്കുമായിരുന്നു. മാ പിതാജി ഓർ മേ ഉൻകി ഓർ ദേഖ്തെ രഹ ഗയെ. ഇത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. കമരെ മേ ഫിർ സെ ഷോർ ഹോനെ ലഗാ ഥാ. ഇപ്പോൾ വീണ്ടും റൂമിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ബഹളായി. पर अब की बार पिताजी उनकी ओर देख देख कर केवल मुस्कुराते रहे. പക്ഷേ ഇപ്രാവശ്യം അച്ഛനാണെങ്കിൽ
ദേഷ്യം വരാതെ അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കും. അച്ഛനെ മനസ്സിലായി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കി ആസ്വദിച്ച് തുടങ്ങി. റൈറ്ററിൻ്റെ പേര് ഭീഷ്മ സാഹ്നി. അപ്പോൾ അത്രയേ ഉള്ളൂ കുട്ടികൾ. വലിയൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.